അത് മോളെ കൃഷ്ണയുടെ മനസ്സൊന്ന് നേരെയാവാൻ വേണ്ടിട്ട് നവീൻ അവളെയും കൂടി പുറത്ത്. നവീൻ അവളെയും കൂട്ടി പുറത്തു പോയോ? അയ്യോ, എത്ര നിസ്സാരമായിട്ട് മമ്മി ഇതൊക്കെ എന്നോട് വിശദീകരിക്കുന്നേ. മമ്മി, ഞാൻ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ആവർത്തിക്കാം. മമ്മിക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? കൃഷ്ണയെ അവിടെ സ്ഥിരമായി നിർത്താൻ മമ്മി തീരുമാനിച്ചിട്ടുണ്ടോ? അവളെ കുറിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി എന്റെ അടുത്ത് പറയുന്നത് പോലും അതിനല്ലേ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. സാഹചര്യങ്ങൾ അറിയാതെ സംസാരിക്കരുത്. എന്ത് സാഹചര്യം? നവീനും കൃഷ്ണയും ചുറ്റടിക്കാൻ മാത്രമുള്ള എന്ത് സാഹചര്യം ഉള്ളതെന്ന് എനിക്ക് അറിയണ്ടേ. അതെല്ലാം കണ്ട് ആശീർവദിച്ചിട്ട് ഇങ്ങോട്ട് പോന്ന് എന്നെ അഡ്വൈസ് ചെയ്യാൻ ശ്രമിക്കുന്നോ? അവൾ അങ്ങനെ നവീനുമായിട്ട് കറങ്ങണ്ട. അവളെ ഞാൻ ചെന്ന് കാണും. എന്താ അവളുടെ ഉദ്ദേശം എന്ന് ഞാൻ ചോദിച്ചോളാം. ഗാഥ അബദ്ധം കാണിക്കരുത്. മമ്മി ഈ കാര്യത്തിൽ എന്നെ ഇനി ഉപദേശിക്കാൻ നിൽക്കരുത്. ഞാൻ അവളുടെ അടുത്തേക്ക് പോവാണ്. അല്ലാതെ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നതിൽ കുറച്ചെങ്കിലും സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ എന്നെ തടയരുത്. ക്ഷീണം പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല അല്ലേ? ഒരു സർജറി നടന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാ മനസ്സിന് കൂടുതൽ ടെൻഷൻ കൊടുക്കാതിരിക്കുക എന്നതാ. അതുപോലെ ഭാരപ്പെട്ട ജോലികളൊന്നും തന്നെ ഒരു കാരണവശാലും ചെയ്യാനും ശ്രമിക്കരുത്. കുറച്ചു നാളത്തേക്ക് ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് നല്ലതാ. ഞങ്ങള് ശ്രദ്ധിച്ചോളാം ഡോക്ടർ. അപ്പൊ തൽക്കാലം ഞാൻ ഡിസ്ചാർജ് ചെയ്യുക. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചാൽ മതി, മോളോട് പറഞ്ഞിട്ട്. അതല്ല, വന്നു കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതും ആവാം. സിസ്റ്ററെ, ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയണം. എത്രയും പെട്ടെന്ന് ഇവര് പറഞ്ഞയക്കാനും നോക്കണം. അപ്പൊ ശരി. അങ്ങനെ വലിയൊരു പ്രാരാബ്ധം കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങാലോ. സുനന്ദേ, നീ എല്ലാം എടുത്തു വെക്കാൻ നോക്കി. തിരക്ക് പിടിക്കേണ്ട തങ്കേച്ചി. ഇപ്പൊ തന്നെ പോവാന്ന് ഡോക്ടർ പറഞ്ഞാലും ഡിസ്ചാർജിന്റെ ബില്ലൊക്കെ എഴുതി കിട്ടുമ്പോ ഇന്ന് വൈകുന്നേരവും അല്ലേ ഗോപാലേട്ടാ? അത് ആകെയോ ആകാതിരിക്കോ ആകട്ടെ, നീ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെക്ക്. അല്ലെങ്കിലേ തങ്കം മുമ്പ് ഇറങ്ങിപ്പോയതുപോലെ ഇറങ്ങിപ്പോവും. ഗോപാല, പോകുമ്പോ ഏതെങ്കിലും ഒരു നല്ല ബേക്കറിയുടെ അടുത്ത് നിർത്തണം കേട്ടോ. അതെന്തിന്? കുറച്ചു നാളത്തിന് ബേക്കറി പലഹാരങ്ങളൊന്നും തങ്കത്തിന് കഴിച്ചുകൂടാ. എനിക്ക് കഴിക്കാനാണെന്ന് ഗോപാലിനോട് ആരാ പറഞ്ഞത്? പലഹാരം ഞാൻ വാങ്ങുന്നതേ കൃഷ്ണയ്ക്കും അവളുടെ ഭർത്താവിനുമാ. എന്തായാലും ഞാൻ ഇറങ്ങിയ കാര്യം അറിയുമ്പോ അവര് രണ്ടാളും എന്നെ കാണാൻ വരുമല്ലോ. വരൂല്ലേ? ആ, വരും തങ്കേച്ചി. അവൾക്ക് എങ്ങനെ വരാണ്ടിരിക്കാൻ പറ്റുക? മോന്റെ കുടുംബക്കാരറിയാതെയാണെങ്കിലും 2-3 ദിവസം എന്റെ കൂടെ വന്ന് നിൽക്കാൻ പറയാം. അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒപ്പിച്ചു കൊടുക്കാൻ കൂട്ടിയാ കൂടില്ല. പക്ഷേ എനിക്ക് കണ്ടിരിക്കാലോ എന്റെ മക്കളെ. ഞാനേ ആ റിസപ്ഷനിൽ ബില്ലിന്റെ കാര്യം ചോദിക്കട്ടെ? ഗോപാലേട്ടാ, മമ്മി ഇത് കണ്ടോ? പച്ച പാവാടെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് അവളുടെ പെരുമാറ്റം കണ്ടോ? ഈ കാഴ്ചയൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാ. നവീനിൽ നിന്നവള് എന്തകലാ പാലിക്കുന്നത്? പറ. ഇതിലിപ്പോ ഞാൻ എന്താ പറയേണ്ടത്? ഈ ഉത്തരമായിരിക്കും മമ്മി പറയുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. ഇനി പറ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? മമ്മി മനസ്സിൽ തീരുമാനം എടുത്തതുപോലെ നവീനെ ഞാൻ മറക്കണോ? പറ മമ്മി. മോളെ, അവള് നിനക്ക് പകരം പോയവളാ. പിന്നെ ഒഴിഞ്ഞു മാറുന്നതിന് പരിധികളുണ്ട്. സോ
ഇന്നലെ ഏതോ ഒരു വിധത്തില് നവീന്റെ മണിയറയിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറി. ഇനി അവൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിച്ചില്ലെങ്കിലോ? അവളിനി നവീന്റെ മുറിയിൽ ഉറങ്ങും. ഞാൻ ആ വിവരം അറിയുമ്പോഴും സാഹചര്യത്തിന്റെ സമ്മർദ്ദമാണ്, വേഷം കെട്ടി പോകുന്നവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മമ്മി എന്നെ വിശ്വസിപ്പിക്കും. വീണ്ടും വീണ്ടും ആ വിഡിത്തം കേൾക്കണം ഞാൻ, അല്ലേ? മാഡം, ഈ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ളത് സത്യം. പക്ഷേ കൃഷ്ണയുടെ മുഖത്ത് ഇതൊന്നും ആസ്വദിക്കുന്ന ലക്ഷണങ്ങളില്ലായിരുന്നു. അത് മാഡം കണ്ടതല്ലേ? ഹാ, എനിക്ക് ഇതാണ് മനസ്സിലാവാത്തത്. പെട്ടെന്ന് അവളോട് നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്ന ഈ ആരാധന എന്താ? ഒരു പാമ്പ് വന്ന് അവളുടെ കാൽക്കൽ നിന്ന് തിരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയ രണ്ടുപേരും. അതുകൊണ്ടായിരിക്കുമല്ലോ അവൾക്കെന്തോ ദിവ്യശക്തിയുണ്ട്, അവള് ദേവതയ്ക്ക് തുല്യാണെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നടക്കുന്നത്. ഗാഥ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട. ഇത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണ് മമ്മി. ഞാൻ നവീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നാളെ എന്റെ കൂടെ ജീവിക്കാൻ പോകുന്ന നവീനെ കുറിച്ച്. ഞാൻ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരാളെ ആരുമല്ലാത്ത ഒരുത്തിക്ക് മമ്മി കൈ പിടിച്ചു കൊടുത്താലേ ഞാൻ അതിന് സമ്മതിക്കുന്ന കരുതിയോ? വീട്ടിൽ പോരുത്. നിന്റെ നാവിന് ആക്ഷേപങ്ങൾ കുറെ നാളായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. നിന്നെ സ്നേഹിച്ചതിന് ഞാൻ കണക്ക് വെച്ചിട്ടില്ല. പക്ഷെ അറിയാൻ വേണ്ടിട്ടാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. നിന്നെ സ്നേഹിച്ചതിന് വേണ്ടി മാത്രം സിതാര ശ്രീനിവാസ് ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. എനിക്ക് വേറെ ജീവിതമൊക്കെ തെരഞ്ഞെടുക്കായിരുന്നു. എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോകുമ്പോ ഞാൻ ചെറുപ്പമായിരുന്നു. പക്ഷെ എന്നിട്ടും ചുറ്റിനുള്ളവര് മുഴുവൻ ഉപദേശിച്ചിട്ടും അതൊന്നും കേൾക്കാതെ കാവലിരുന്നത് നിനക്ക് വേണ്ടി മാത്രമായിരുന്നു.